ചത്ത കടൽപ്പാമ്പുകളും ചെറുമത്സ്യങ്ങളും കരയ്ക്കടിഞ്ഞുകൂടിയതിനെ തുടർന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ വർക്കല പാപനാശം കടൽ തീരത്ത്. കരയ്ക്കടിയുന്ന മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന തീരത്ത് മൂക്കുപൊത്തിയല്ലാതെ നടക്കാനാകാത്ത അവസ്ഥയാണ്. കടലിൽ നിന്ന് ഒഴുകിയെത്തുന്ന കടൽപ്പാമ്പുകളുടെയും വിവിധയിനം ചെറുമത്സ്യങ്ങളുടെയും ജഡങ്ങൾ ദിവസങ്ങളായി മണലിൽ കിടക്കുന്നത് കാണാൻ കഴിയും. ഇവ പഴകി പുഴുവരിച്ച നിലയിലാണ്. ഇതിനിടയിലും നിരവധി കുടുംബങ്ങളാണ് കുട്ടികളുമായി തീരത്തെത്തുന്നത്. മണലിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. തീരം ശുദ്ധീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പ് തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി ഇവ നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ വർക്കല പാവനാശത്ത് ബലിതർപ്പണത്തിന് വരുന്ന അനേകം കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ അടുത്ത സമയങ്ങളിലായിട്ട് കടൽപ്പാമ്പ്, മത്സ്യങ്ങൾ എല്ലാം ചത്ത് കരയിലേക്ക് വീഴുന്നൊരു സാഹചര്യമാണ് വരുന്നത്. അത് മാത്രമല്ല, ഇത് കരയിലേക്ക് വന്നതിന് ശേഷം ഇത് മൊത്തം ചത്ത് പുഴു അരിച്ച ഒരു സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ദുർഗന്ധം ശമിക്കാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട്. അത്രയ്ക്ക് ഭയങ്കര സ്മെല്ലും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിദേശികൾ അല്ലെങ്കിൽ മറ്റേ ടൂറിസം മേഖല കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അവർ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ഒന്നിനും വയ്യാത്ത കണ്ട അത്രയ്ക്ക് ദുർഗന്ധമായിട്ട് കിടക്കുന്ന സാഹചര്യം. പാപനാശം പോലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു അവസ്ഥ തുടരുന്നത് വർക്കലയുടെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ദുർഗന്ധവും രോഗവ്യാപന സാധ്യതയും കണക്കിലെടുത്ത് ഉടൻ ശുചീകരണം നടത്തി തീരം സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.